പ്രൈസ് ദി ലോർഡ്. എല്ലാവരും യേശു കർത്താവ് ഈ പുതിയ മാസം അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ മാസത്തിൻ്റെ 2-ാം ദിവസത്തിൽ നമ്മളായിരിക്കുന്നു. മെയ് മാസം, ഇന്നലെ 1-ാം തീയതി തൊഴിലാളി ദിനമായിരുന്നു. 2-ാം തീയതി ഞാൻ നിങ്ങളോട് പറയട്ടെ, മെയ് മാസത്തിൽ ഒരൊറ്റ കാര്യം ഓർക്കണം, മെയ് അനങ്ങലൊക്കെ ചെയ്യണം. കാരണം പിള്ളേർക്ക് അവധിക്കാലമാണ്. മൊബൈല്, ടി വി, രാവിലെ ഓൺ ചെയ്യുന്ന ടി വി, കാർട്ടൂൺ, രാത്രി വരെ ഓഫ് ചെയ്യാതെ കണ്ണ് മാറ്റാതെ അതിൽ തന്നെ ഇരുന്ന് കുഞ്ഞുങ്ങളുടെ ശരീരം പോകരുത്. ജോലി ചെയ്യുന്നവർ, IT ഫീൽഡിലുള്ളവർ ഒറ്റ ഇരിപ്പ് തന്നെ. നിങ്ങൾ ഈ കസേരയിലെ സ്ക്രീനിലോട്ട് നോക്കിയിരിക്കരുത്. ഡോക്ടേഴ്സ് പറയുന്നു 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നടക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പതുക്കെ നടക്കണം. ഒറ്റ ഇരിപ്പിരിക്കരുത്. കാല് തള്ളവരലിൽ കുത്തി നിന്നിട്ട് മുകളിലോട്ട് പലവട്ടം ഉയർത്തണം. അപ്പോൾ നമ്മുടെ കാലിൽ രക്തയോട്ടം ഉണ്ടാകും. സെക്കൻഡ് ഹാർട്ട് എന്നാണ് കാഫിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ കാലിൻ്റെ മസിലുകളെ നാം ബലപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരനക്കമുണ്ടാകുമ്പോൾ തന്നെ അതൊരു വിടുതലാണ്. ഈ വർഷങ്ങളായിട്ട് കിടപ്പ് രോഗികളായിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മസിലുകളെല്ലാം ശോഷിച്ചു പോയി. അത് അനങ്ങാത്തത് കൊണ്ടാണ്. അപ്പോൾ മെയ് മാസം മുതൽ വർക്കൗട്ട് ചെയ്യണം. അല്ലെങ്കിൽ മെയ് മാസത്തിൽ മെയ് അനങ്ങണം. നന്നായിട്ട് വ്യായാമം ചെയ്യണം. ഒരേ ഇരിപ്പിരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിനൊക്കെ വേദനയുണ്ടാവും. അപ്പം ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ഒന്ന് കറക്കും. നമ്മുടെ എല്ലാ ജോയിൻസും ഒന്ന് കറക്കണം. നമ്മുടെ ഒന്ന് ഇരിക്കണം, ഒന്ന് എഴുന്നേൽക്കണം. ഇപ്പോൾ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റാണ്. അതുകൊണ്ട് പകുതി ഇരുന്നാൽ മതി, സ്റ്റൂളേലെ പോലെ. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മൊബൈൽ വായിക്കാം, മൊബൈല് കാര്യങ്ങൾ. എന്നാൽ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട്. അത് താഴെ വരെ ഇരിക്കണം. ഇപ്പം അങ്ങനെ പലർക്കും ഇരിക്കാൻ, ചെറുപ്പക്കാർക്ക് പോലും പറ്റുന്നില്ല. ഇപ്പോൾ എക്സർസൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ ഇരിക്കണമെന്ന്, ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കണ പോലെ ഇരിക്കണമെന്ന്. അത് ഇത്തിരി മെനക്കേടാണ്. നമ്മൾ കൂടുതൽ താഴോട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അത് നമുക്ക് ആരോഗ്യമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മൾ വളരെയധികം വ്യായാമങ്ങൾ ചെയ്ത്, കാർഡിയോ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉള്ളതാക്കി മാറ്റണം. ഈ മാസം അതിന് കൃപ ദൈവം തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ നടക്കട്ടെ. ചർച്ചിൽ വന്നാൽ കയ്യും കെട്ടി നിൽക്കരുത്. നമ്മുടെ ജീസസ് എവരിഡേ കാണുമ്പോൾ വെറുതെ നോക്കി കാണരുത്. അവിടെ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തിയും എഴുന്നേറ്റും ഒക്കെ ദൈവത്തെ ആരാധിക്കണം. ഒരാക്ഷൻ എപ്പോഴും ഉണ്ടാകണം. അത് നമുക്കൊരു അനുഗ്രഹമാണ്. വിശ്വാസത്തിനും ഒരാക്ഷൻ ഉണ്ടാകണം, ആരാധനയ്ക്ക് ഒരാക്ഷൻ ഉണ്ടാകണം. ജീവിതത്തിൽ ഒരു ചലനം, നമുക്കെപ്പോഴും ഒരു ചലനോർജം ഉണ്ടാകണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. എൻ കണ്ണുകൾ തുറക്കാം, നിൻ മുഖം കാൺമാൻ, എൻ കരങ്ങൾ നീട്ടി നിന്നെ എൻ കാതുകൾ തുറക്കാം, നിൻ സ്വരം കേൾപ്പാൻ, എൻ കണ്ണുകൾ തുറക്കാം, യേശുവേ എൻ കണ്ണുകൾ തുറക്കാം, നിൻ മുഖം കാൺമാൻ, എൻ കരങ്ങൾ നീട്ടി
ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ അപ്പ. അങ്ങേ കാണുവാനും അങ്ങേ കേൾക്കുവാനും അങ്ങേ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ യേശുവിലേക്ക് നയിക്കണമേ. Open my eyes, Lord. Open my eyes, Lord. I want to see Jesus, to reach out and touch Him and say that I love Him. Open my ears, Lord. Help me to listen. Open my eyes, Lord. I want to see Jesus. Open my eyes, Lord. I want to see Jesus. എൻ കൺകൾ തുറക്കാം, യേശുവേ കാണുവാൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പതുക്കെ പോവുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ദൈവം പറയുകയാണ്, എല്ലാവർക്കും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്നല്ല, എൻ്റെ ആത്മാവിനെ. ഞാൻ എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം എൻ്റെ ആത്മാവ് പകരപ്പെടുന്നവർക്കും സംഭവിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ പകരും, എൻ്റെ അതേ ആത്മാവ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ഞങ്ങളുടെയും മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. ക്രിസ്തുവിനെ ഉയർപ്പിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എല്ലാവർക്കും, അതിൽ വലിപ്പവും ചെറുപ്പമൊന്നുമില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നവർക്കല്ല, സീനിയോറിറ്റി ഒന്നുമില്ല. ഇന്ന് വന്നവർക്കും ഇന്നലെ വന്നവർക്കും നാളെ വരാൻ പോകുന്നവർക്കും എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ നിങ്ങളായിരിക്കണം. യേശു കുറച്ചും കൂടി എടുത്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഓരോ ദിവസം കഴിയും തോറും ക്ഷീണിക്കുകയല്ല, പ്രബലപ്പെടുകയാണ്. പഴയ നിയമത്തേക്കാൾ യേശു വന്നപ്പോൾ അധികമായിട്ട് ചെയ്തു. യേശു ചെയ്തത് പുസ്തകങ്ങൾ എഴുതിയാൽ തീരില്ലെന്നാ പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണ് യോഹന്നാൻ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ അധികം. അതായത് നമ്മൾ ചെയ്യുന്നത് എഴുതിയാൽ ഭൂമിയിൽ മാത്രമല്ല പ്ലാനറ്റുകളിൽ പോലും കൊണ്ടുവന്ന് ആ പുസ്തകം വെച്ചാലും തികയില്ല, അതുപോലെ ഒതുങ്ങത്തില്ല. അതുപോലെ നിങ്ങളും ചെയ്യാൻ ഇടയാകും. യേശു ചെയ്തത് ഭൂമിയിൽ ഒതുങ്ങത്തില്ലെങ്കിൽ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധ ആത്മാവിൽ ആശ്രയിച്ച് ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൽ പോലും ഒതുങ്ങാത്ത അത്ഭുതങ്ങൾ നമ്മിൽ നിന്ന് പുറത്തു വരണം. എൻ്റെ വിധി, എൻ്റെ കഷ്ടപ്പാട്, ഞാൻ എന്തിനു ജീവിക്കണം, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെ വിട്ട് ഇതുപോലെയുള്ള ചിന്താഗതികളിലേക്ക് വരാൻ ദൈവവചനത്തിലേക്കൊരു ദൈവ പൈതൽ അടുത്തു വരണം. നിങ്ങൾക്ക് ജീസസ് എവരിഡേ കാണുമ്പോൾ ഒരു എനർജി കിട്ടുന്നില്ലേ? അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നതാണ്. ഓരോ ദിവസവും ഇത് കണ്ടു നോക്ക്, നിങ്ങൾ പഴയ ആളെ ആകത്തില്ല.
കാരണം അന്ത്യകാലത്ത് ബെൻഹിനിന് കൊടുത്ത അതേ ആത്മാവ് റീനാഡ് ബോങ്കയ്ക്കും കാതറിൻ കുൽമനും ഡേവിഡ് യോങ്കിച്ചോയ്ക്കും മരിച്ചവരെ ഉയർപ്പിച്ച സ്മിത്ത് വിഗിൾസ്വർത്തിനും ചാൾസ് ഫിന്നിക്കൊക്കെ കൊടുത്ത അതേ ആത്മാവിനെ എല്ലാവർക്കും തരികയാണ്. മുഖവ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ, ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ലാതെ സകലർക്കും വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആളവറ്റ ശക്തി, കണക്ക് കൂട്ടാൻ പറ്റില്ല, അളക്കാൻ കഴിയാത്തത് എൻ്റെ ആത്മാവ് പാഴുശൂന്യമായ ഭൂമിയെ മനോഹരമാക്കാൻ വെറും 6 ദിവസം പ്രവർത്തിച്ചപ്പോൾ ഭൂമി മനോഹരമായി, ആകാശം മനോഹരമാക്കിയ അതേ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സ്ഥിതി മാറി, നമ്മുടെ ജോലിയിൽ ഉയർച്ചയായി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യേശു ക്രൂശിൽ മരിച്ചത് ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. കാരണം മറ്റൊരു കാര്യസ്ഥൻ, എന്നെപ്പോലൊരു കാര്യസ്ഥൻ വരും, എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞാൻ പോകണം, ഈ ശരീരത്തിൽ നിന്ന് പോകണം. ക്രൂശ് വഴിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പിതാവിൻ്റെ പ്രസാദം നിങ്ങളിലേക്ക് വരുന്നതാണ് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിച്ചു വരുത്തുന്ന ഏവർക്കും എന്നാണ് പത്രോസ് അതിൽ പറയുന്നത്. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അതാണ് 2:17 അപ്പോസ്തല പ്രവൃത്തി. നിങ്ങളെ പുത്രന്മാർ പ്രവചിക്കും. അടുത്തത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിലേക്ക് വരാം. നിങ്ങളെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. അതായത് 10 വയസ്സുള്ള ഒരു യൗവനക്കാരൻ, ഒരു ടീനേജർ, 13 വയസ്സ് തൊട്ട്, അതാണ് 13, 14 to 19. ഇപ്പോൾ ടീനേജ് എന്ന് പറയാൻ പറ്റില്ല, 13-ലല്ല. ഇപ്പോൾ പറയുന്നു ഒരു 5 കൊല്ലം മുമ്പാണ് പറഞ്ഞത് 9 വയസ്സിലൊക്കെ ടീനേജേഴ്സ് ആകുന്നു. വേഗത്തിലാണ് ശൈശവം പെട്ടെന്നാണ് മാറുന്നത്. കാരണം അവർ കുഞ്ഞുപ്രായം മുതലേ ലോകത്തിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ്. ടെക്നോളജി, വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ, ഡിജിറ്റൽ യുഗം. അമേരിക്കയിലെ കാര്യം ഇവിടെ നിന്ന് കാണാം, വീട്ടിലിരുന്ന് കാണാം, കയ്യിൽ നോക്കി കാണാം, വാച്ചിൽ വരെ സിസ്റ്റം വന്നു കഴിഞ്ഞു. ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് 9 വയസ്സുള്ളപ്പോൾ തന്നെ പക്വതയുള്ള കുഞ്ഞുങ്ങളായി തീരാൻ കഴിയുന്നു. തെറ്റുകളും അതുപോലെ ഭീകരമാകുന്നു. 9 വയസ്സുകാരൻ, 9 വയസ്സുകാരി അപകടം പിടിച്ച ഒരു മേഖലയിലാണ് കുഞ്ഞുങ്ങൾ പോലും. അവർ വലിയവരുടെ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഫാമിലി കൗൺസിലിങ്ങിന് 15 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കൊച്ചിനോട് ചോദിച്ചാൽ മതി എങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കാമെന്ന് വരെ അവർക്കറിയാം. നമുക്കറിഞ്ഞൂടാ, എനിക്കിതുവരെ അറിഞ്ഞൂടാ. പിള്ളേർക്കറിയാം. അവർ കൂടുതൽ ആ പഴം തിന്നരുത് എന്ന് ആദാമിനോട് പറഞ്ഞു, അത് തന്നെ പോയി തിന്നില്ല. ഇതാണ് പിള്ളേരും. കുഞ്ഞെ അതെടുക്കരുത് കേട്ടോ, അവൻ അത് പോയി എടുക്കും. മോനെ ആ കാര്യം 18 വയസ്സിന് ശേഷം പ്രായപൂർത്തിയായവർക്കാണ്, എന്നാൽ പിന്നെ കണ്ടിട്ടേ കാര്യമുള്ളൂ. അത് ആദാമ്യ സ്വഭാവമാണ്. അതിങ്ങനെ പിള്ളേരിൽ കിടപ്പുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് യേശുവിൻ്റെ സ്വഭാവമായി മാറും. ആദാമ്യ സ്വഭാവം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളവരുടെ തലയിൽ വെക്കുക. അത് ഔവ കാരണമാണ്, അത് പിശാച് കാരണമാണ്. അതാണ് ആദാമ്യ സ്വഭാവം. യേശു ആണെങ്കിൽ എല്ലാവരുടെയും കുറ്റം തൻ്റെ തലയിലോട്ട് കയറ്റി. എല്ലാവരും സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായത്. എല്ലാം യേശു ഏറ്റെടുത്തു. അതാണ് യേശുവിൻ്റെ സ്വഭാവം. ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നാം യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരും. പുത്രന്മാർ പ്രവചിക്കുന്ന, യൗവനക്കാർ ദർശനങ്ങൾ, വ്യക്തമായ കാഴ്ചകൾ. എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ പറയുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. അതെ, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ പറയുന്നത്. നാളെ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ വേറെയാണ് ഞാൻ പറയുന്നത്. കാരണം അത് പരിശുദ്ധാത്മാവാണ്. അന്നന്ന് വേണ്ട ആഹാരം
ഇന്നും ഞങ്ങൾക്ക് തരണേന്ന് യേശു പഠിപ്പിച്ചില്ലേ? ഒരേ വചനത്തിൽ നിന്ന് ആയിരക്കണക്കിന് വിഭവങ്ങൾ കർത്താവിന് തരാൻ കഴിയും. അതാണ്, വചനത്തിന് മാത്രമേ ഇങ്ങനെ കഴിയൂ. ഞാൻ ഈ ഭാഗമൊക്കെ 1000 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ദർശനമില്ലാത്തിടത്ത് ജനം മര്യാദ കെട്ട് കിടക്കും. എന്നാൽ ദർശനമുള്ളിടത്ത് മര്യാദയോടെ നടക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 3 പറയുന്നു, അവിടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തിരുന്നു, കൊച്ചുകുഞ്ഞ്. ആ കാലത്ത് ദർശനം ഏറെ ഇല്ലായിരുന്നു. ദർശനമില്ലാത്തത് കൊണ്ട് ഏലി പുരോഹിതന്റെ മക്കൾ വഴി വിട്ട് നടക്കുന്നു. ആ കാലത്ത് ജനങ്ങൾ വഴിതെറ്റി നടക്കാൻ കാരണം ജനങ്ങൾക്ക് വ്യക്തമായി അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ ദൈവത്തെക്കുറിച്ചോ ഒരു ചിത്രമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, അബ്രഹാമും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ദൈവമാണ് ഞാനെന്ന് മോശയോട് പറഞ്ഞപ്പോൾ അവന് ചിത്രം കിട്ടി. ദൈവമാരാണ്? തകർന്നതിനെ പണിയുന്ന, ഇല്ലാത്തതിനെ പണിതെടുക്കുന്ന ഒരു ദൈവം. മോശയ്ക്ക് മനസ്സിലായി, എൻ്റെ ആയുസ് 70 ഏറിയാൽ 80 ആയാലും എനിക്ക് പേടിക്കണ്ട, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദർശനമെന്ന് പറയുന്നത് ഒരു 9ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9 വയസ്സുള്ള ഒരു കുഞ്ഞിന് 90ാമത്തെ വയസ്സിൽ എന്തായിത്തീരുമെന്ന് വ്യക്തമായ ഒരു ബോധ്യം കിട്ടുന്നു. അതിനാണ് പ്രവചനങ്ങൾ വെച്ചിരിക്കുന്നത്, വാഗ്ദത്തങ്ങൾ ദൈവം വെച്ചിരിക്കുന്നത്, വാഗ്ദത്തങ്ങൾ. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറഞ്ഞത്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനം നമുക്കൊരു ചിത്രം തരും. നമ്മൾ ആരായിത്തീരുമെന്നുള്ളത് പ്രവചനത്തിലൂടെ കിട്ടും, പ്രസംഗങ്ങളിലൂടെ ലഭിക്കുന്ന ദൂതുകളിലൂടെ ലഭിക്കും. നമ്മെക്കുറിച്ചൊരു ചിത്രം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നമുക്ക് ഒരു ചിത്രം കിട്ടുകയാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പല കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു ഭാരമില്ല. ദൈവം എന്നെ ഇന്നതാക്കി മാറ്റും, ഞാൻ ആ ദർശനത്തിലെത്തും. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. അതായത് നമ്മൾ കാണുകയാണ് നമ്മുടെ ഭാവിയെ. ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു എന്ന്. അപ്പൊ ഭാവിയെ, നാളെയെക്കുറിച്ച് ചിരിക്കാൻ കഴിയും. എന്തെല്ലാം തിരമാലകൾ വന്നാലും എന്തെല്ലാം വന്നാലും യേശുവിന് പേടിയില്ല. കാരണം അക്കരയ്ക്ക് പോവുകയാണ്. ശിഷ്യന്മാർക്ക് അക്കരെ എന്നൊരു ദർശനമില്ല. അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാറ്റ്, തിരമാല, ആടുന്ന വള്ളം, ഇതാണ് അവര് കാണുന്നതാണ് അവരുടെ ദർശനം. യേശുവോ ഗദരദേശത്ത് തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ വിടുതലാണ് യേശുവിന്റെ ദർശനം. അതുകൊണ്ട് യേശു ആ വള്ളത്തിൽ കിടക്കുകയാണ്. കാരണം എനിക്കൊരു ദർശനമുണ്ട്. വീട്ടുകാരും ബന്ധുക്കളും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരുത്തൻ ശക്തനായ ഒരു പ്രഭാഷകനായി ദൈവരാജ്യത്തിൽ പ്രകാശിക്കാൻ പോകുന്നു. അവൻ മരണത്തിന്റെ വക്കിലെത്തി. അവന്റെ ശരീരം അവൻ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ ശക്തനായ ഒരു പ്രഭാഷകനായി മാറുന്നു. അതാണ് യേശുവിനെ, അവനെക്കുറിച്ചൊരു ദർശനം. അവനത് ദൈവത്തിൽ, യേശു അത് ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് പ്രാപിച്ചതാണ്. യേശു അതുകൊണ്ട് വള്ളത്തിൽ ഉറങ്ങുകയാണ്. യേശുവിന് അറിയാം, ഞാൻ ഈ കണ്ണ് തുറന്ന് കണ്ടാൽ ഈ കാറ്റും തിരമാലയുമേ കാണൂ. അതുകൊണ്ട് ഞാനിവിടെ കണ്ണടച്ചവിടെ കിടക്കുകയാണ്. നിന്റെ തിരമാലയെ നീ ശ്രദ്ധിക്കരുത്. നിന്റെ ജീവിതത്തിനെതിരെ വരുന്ന തിരമാലയെയും നിന്റെ നേരാഞ്ഞടിക്കുന്ന കാറ്റിനെ നീ ശ്രദ്ധിക്കരുത്. നീ ചവിട്ടി നിൽക്കുന്ന വള്ളം മറിയുന്നത് പോലെ തോന്നും, ശ്രദ്ധിക്കരുത്. നീ കണ്ണടച്ച് യേശുവിനെ പോലെ നിന്റെ ദർശനത്തിലായിരിക്കണം. ശിഷ്യന്മാരെ നിലവിളിച്ചു, യേശു എഴുന്നേറ്റു. അവര് കാണുന്ന ദർശനം ഇതാണ്. എന്താ കാറ്റും തിരമാലയൊക്കെ. നമ്മൾ ഇതൊക്കെ കാണുമ്പോഴാണ് തളരുന്നത്. യേശു അവരെ ശാസിച്ചു. നിങ്ങളുടെ വിശ്വാസം എവിടെ? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. യേശു അവരെ ശാസിച്ചു. യേശു കാറ്റിനെ ശാസിച്ചു,
യേശു കടലിനെ ശാസിച്ചു, യേശു ശിഷ്യന്മാരെ ശാസിച്ചു. നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശു എന്തു പറഞ്ഞു? നാം അക്കരയ്ക്ക് പോകും. അവരക്കരെ എത്തി. അക്കരെ എത്തിയ ഉടനെ ആ ഭൂതഗ്രസ്തൻ കല്ലറയിൽ നിന്ന് ഓടി വന്ന് മുട്ടുകുത്തി. അവന്റെ ശരീരത്തിൽ നിന്ന് ഏകദേശം 8000-ഓളം ഭൂതങ്ങൾ വിട്ടുമാറി. അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് അവൻ ആ ദെക്കപ്പൊലി നാട്ടിൽ മുഴുവനും പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ. അവന്റെ അമ്മ, അവന്റെ അപ്പൻ, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, നാട്ടുകാരെല്ലാം അവനെ ചൊല്ലി അഭിമാനിച്ചു. ഞാൻ തകർന്നവനായിരുന്നു, ആർക്കും എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ മശിക എന്നെ വിടുവിച്ചു, കർത്താവ് എന്നെ വിടുവിച്ചു. നമ്മൾ ഇതുപോലെയുള്ള ദർശനങ്ങൾ കാണും. ആർക്കും വിടുവിക്കാൻ കഴിയാത്തവരെല്ലാം വിടുവിക്കപ്പെടുന്ന ദർശനങ്ങൾ കണ്ടുകൊണ്ട് വലിയ തിരമാലകളുള്ള പടകിൽ അമരത്ത് തലയണ വെച്ച് അത് മാത്രം കണ്ടു കിടക്കണം. അത് മാത്രമേ നീ കാണാവൂ. നിന്റെ കണ്ണിൽ കാണുന്നതെല്ലാം കണ്ട് നീ പേടിക്കരുത്. നീ എന്തിനിറങ്ങിയോ അതിന്റെ പൂർത്തീകരണം നിനക്ക് കാണാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ വിടുതലുകൾ ഈ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ വരുന്നുണ്ട്. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് കാണുന്ന കടക്കിണിയും ഇന്ന് കാണുന്ന ആ വേദനകളും പിള്ളേരുടെ വഴിവിട്ട ജീവിതവും ഭർത്താവിൻ്റെ തെറ്റായ മാർഗവും ഭാര്യയുടെ സ്വഭാവ വിരുദ്ധമായ കാര്യങ്ങളും എല്ലാം കണ്ട് കാറ്റും കോളും കണ്ട് നിലവിളിക്കാതെ എവിടെ എത്തിച്ചേരുമെന്നും എന്തായി തീരുമെന്നുള്ള വാക്തത്വ നിവർത്തികളും ദൈവിക പ്ലാനുകളും മാത്രം കണ്ടുകൊണ്ട് തലയിണ വെച്ച് കിടക്കുന്ന, കണ്ണടച്ച് കിടക്കുന്ന യേശുവിനെ പോലെ, നന്മ മാത്രം സംഭവിക്കുമെന്ന് പറഞ്ഞ് കാണുന്ന യേശുവിനെ പോലെ ഞങ്ങളെ ആക്കണമേ. മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന, താൽക്കാലിക കാഴ്ചകൾ കണ്ട് തളരുന്ന ശിഷ്യന്മാരെ പോലെയാകാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ പോലെ ആയിരിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കും. ഇത് കേൾക്കുന്നവർക്ക് ഇതുപോലെ ധൈര്യമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. അതെ, ദർശനത്തിനൊത്തവണ്ണം നമ്മളാകും. യൗവനക്കാർ ദർശനങ്ങൾ കാണും. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. 85 വയസ്സുള്ള യൗവനക്കാരനായി നമ്മൾ വീണ്ടും നമ്മുടെ ആരോഗ്യത്തെ പുതുക്കും. അതെല്ലാം കാണണം. പ്രായമായി എന്ന് പറയരുത്. ബലഹീനൻ വീരനായി മതിക്കണമെന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കത്തികളെ വാളുകളായും നിങ്ങളുടെ കൊഴുക്കളെ കുന്തങ്ങളാക്കി മാറ്റണമെന്ന് ബൈബിൾ പറയുന്നു. അതായത് ചെറിയ സ്ഥലത്തൊതുങ്ങാതെ വലിയ യുദ്ധത്തിനായിട്ട് ഒരുങ്ങിക്കോ. നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. കർത്താവ് അത് ചെയ്യും. നമുക്കത് വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.